ഹലോ ഫ്രണ്ട്സ്, ഇതെൻ്റെ പുതിയ വീഡിയോ ആണ്. ഈ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് കളർ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഷെയ്ഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്, ഫേസ് എങ്ങനെ വരയ്ക്കുന്നത്, ഇങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് എല്ലാത്തിനും ഉത്തരമാവണമെന്നില്ല, ബട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആവുമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ ഒരു മൂക്കാണ് ചെറുതായിട്ട് ഷെയ്ഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിൽ ലൈറ്റ് ഷെയ്ഡിങ് ആയിട്ട് റോസ് കളറാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നൈസായിട്ട് സ്മൂത്തായിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. സാവധാനം ഫില്ലപ്പ് ചെയ്തിട്ട് ഷെയ്ഡായിട്ട് കൊടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന അതേപോലെ. നിങ്ങൾക്ക് ഈ കളറ് റോസ് തന്നെ തിരഞ്ഞെടുക്കണമെന്നില്ല. ഞാൻ നിങ്ങളുടെ ഫോട്ടോയുടെ ഷെയ്ഡിങ്ങോ അല്ല ലൈറ്റിങ്ങോ അനുസരിച്ചിട്ട് ഏത് കളറും വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ വെല്ലെ സ്ലോ ആയിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. മൂക്കിൻ്റെ ഔട്ട്ലൈൻ വരുന്ന ഭാഗത്തില്ലേ, അവിടെ കുറച്ചും കൂടെ ഡാർക്കായിട്ട് തന്നെ, അതായത് ഈ നിറത്തിൽ തന്നെ കൊടുക്കുക. ഈ റോസ് കളറല്ലേ കൊടുക്കുന്നത്, അപ്പോൾ ഈ നിറത്തിൽ തന്നെ കൊടുക്കുക. ഒരു മൂക്കുത്തി ഉണ്ട് കേട്ടോ മൂക്കിൽ. അപ്പോൾ ഇതുപോലെ നൈസായിട്ട് ചെയ്ത ശേഷം നമുക്ക് ഡാർക്ക് പോർഷൻ വരും. അപ്പോൾ അത് നിങ്ങൾ ഡാർക്ക് ഏകദേശം ബ്രൗണും ബ്ലാക്കും കൂടി മിക്സ് ചെയ്തൊരു കളറായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ യുക്തിക്കനുസരിച്ചിട്ട് ചെയ്യാം. ഇതുപോലെ ഡാർക്ക് ഷെയ്ഡ് ചെയ്ത ശേഷം വീണ്ടും ഈ ലൈറ്റ് ഷെയ്ഡ് ഒന്നും കൂടെ അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ കുറച്ചും കൂടെ കട്ടിയായിട്ട് കൊടുക്കുക. അപ്പോഴാണ് ഫോട്ടോ ഇങ്ങനെ ഉദിച്ച് വരുന്ന പോലെ തോന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ കാണണം അതേപോലെ ആദ്യം നമ്മൾ ഒരു ലൈറ്റായിട്ട് ഷെയ്ഡായിട്ട് കൊടുത്തിട്ടുണ്ടാവുക, അത് ഒന്നും കൂടെ ഡാർക്കാക്കാൻ ശ്രമിക്കുക. ജസ്റ്റ് മൂക്കുത്തിക്ക് ഒരു മഞ്ഞ കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ ഏകദേശം ഒരു ഓറഞ്ച് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതായത് കളർ പെൻസിൽ വരയ്ക്കുമ്പോൾ ഒരു കളറിൻ്റെ മുകളിൽ ഒരു കളർ കൂടെ വരുമ്പോൾ അപ്പോഴാണ് ഷെയ്ഡിങ് പക്കയായിട്ട് നീറ്റായിട്ട് വരുള്ളൂ. നമ്മൾ ഒരു കളർ ഉപയോഗിച്ച് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അത്രത്തോളം എഫക്റ്റ് വരാറില്ല. അപ്പോൾ ഇങ്ങനെ പല ടെക്നിക്കുകളും ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ കറക്റ്റ് കളറായിട്ട് വരുന്നുണ്ട്. അതായത് ആ ഓറഞ്ച് ഷെയ്ഡ് വന്നപ്പോൾ നല്ല നൈസായിട്ട് വരുന്നുണ്ട്. അത് ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ കാണുന്നതേ പോലെ. ഞാൻ ജസ്റ്റ് വെറുതെ ഒരു മൂക്കെടുത്ത് വരച്ചതാണ്. ഇനി നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഫേസ് അല്ലെങ്കിൽ മൂക്ക് തോന്നുന്നുണ്ടെങ്കിലും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഈ ഓറഞ്ച് കളറ് നമ്മൾ ഡാർക്ക് വരുന്നവർക്ക് കുറച്ച് ഡാർക്ക് കൊടുക്കുക, ലൈറ്റ് വരുന്നവർക്ക് ലൈറ്റ് കൊടുക്കുക. അതുപോലെ നമുക്ക് ഷെയ്ഡ് അല്ലെങ്കിൽ വെയിൽ തട്ടുന്ന ഭാഗം വെള്ളയായിട്ട് തന്നെ വരും. അത് നിങ്ങൾ വെള്ളയായിട്ട് തന്നെ ഒഴിച്ചിടുക. അപ്പോൾ ഇതാ നല്ലൊരു മൂക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.